തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പത്മജ വേണുഗോപാൽ പോവുകയാണ്. അതിനു മുമ്പ് റിപ്പോർട്ടർ ടിവിക്ക് ഒപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ തവണ ബി.ജെ.പിക്ക് വേണ്ടിയാണ് ഈ വോട്ട് പിടിക്കാൻ എത്തുന്നത്? എങ്ങനെയാണ്? ഒരുപക്ഷെ ലീഡറുടെ ആത്മാവ് പൊറുക്കില്ല എന്ന് സഹോദരൻ ഉൾപ്പെടെ പറയുന്നു. കാരണം എൻ്റെ അച്ഛൻ ജീവിതകാലം മുഴുവൻ എതിർത്തത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെയായിരുന്നു. അന്ന് അവരുമായിട്ട് കൈ കൊടുക്കാൻ അച്ഛൻ തയ്യാറായി. അതിനുള്ള കാരണം ഈ പാർട്ടിയിൽ നിന്ന് കിട്ടിയ അപമാനം കൊണ്ടാണ് അച്ഛൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ആ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഇതാക്കായിരുന്നു. അവിടെയും മുരളിയേട്ടനാണ് വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്, NCPനെ കൊണ്ടുവന്നത്. അച്ഛൻ തീരെ താല്പര്യത്തോട്ടല്ല NCP പോയത്, എനിക്കറിയാം. അന്ന് കോൺഗ്രസ് വിടാണ്ടായ കാരണം കെ മുരളീധരൻ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കെ കരുണാകരൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറായിരുന്നില്ലെന്നാണോ? ഇല്ല, എന്നുവെച്ചാൽ അവസാനം ഇങ്ങനെ എല്ലാം വേണ്ട എന്ന് വയ്ക്കാം, മാറി നിൽക്കാം എന്നുള്ളൊരു തീരുമാനം അല്ലാണ്ട് പാർട്ടി വിടണം എന്നുള്ളൊരു തീരുമാനം മുരളിയേട്ടൻ തന്നെയാണ് എടുപ്പിച്ചത്. ഞാൻ ഇതുവരെ ആരോടും അത് പറഞ്ഞിട്ടില്ല. അച്ഛനെ ഭീഷണിപ്പെടുത്തിയും അച്ഛനെ ഇതാക്കിയിട്ടൊക്കെ കണ്ടു നിന്ന ആള് ഞാനാണ് 17 കൊല്ലം എൻ്റെ അച്ഛനെ നോക്കിയത്. മുരളിയേട്ടൻ അവസാനത്തെ 8 മാസം എൻ്റെ വീട്ടിൽ കയറിയിട്ടില്ല അച്ഛനെ കാണാൻ. ഇപ്പം ഒടുവിൽ ബി.ജെ.പിക്കെതിരെയാണ് ശ്രീ കെ കരുണാകരൻ പോരാടിയത്. ഇപ്പം ബി.ജെ.പിക്കെതിരെ പോരാടി അവിടത്തേക്ക് പത്മജ വേണുഗോപാൽ പോകുമ്പോൾ ബന്ധം, രക്തബന്ധം പോലും ഉപേക്ഷിക്കുന്ന നിലപാടിലേക്ക് കെ മുരളീധരൻ എത്തുകയും തൃശ്ശൂരിലേക്ക് മത്സരത്തിനിറങ്ങുകയാണ്. അപ്പൊ അവിടെ കെ മുരളീധരൻ ജയിക്കില്ലേ? പ്രത്യേകിച്ച് കെ കരുണാകരന്റെ ഒരു തട്ടകമാണ്. എന്റെ തട്ടകത്തിൽ കരുണാകരനെ തോപ്പിച്ചിട്ടുണ്ട്. സ്വന്തം തട്ടകത്തിൽ എൻ്റെ അച്ഛൻ തന്നെ തോറ്റു, മുരളിയേട്ടൻ തോറ്റു, ഞാൻ തോറ്റു. അപ്പൊ പിന്നെ എന്തായിരിക്കും തൃശ്ശൂരുകാരുടെ ഇതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മുരളിയേട്ടന് ഭാഗ്യമുണ്ടെങ്കിൽ ജയിക്കാം, എനിക്കറിയില്ല. പക്ഷെ അവിടെ സുരേഷ് ഗോപിക്കും സുനിൽകുമാറിനും അതേമാതിരി തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് തൃശ്ശൂര്. അപ്പം അവിടെ മുരളിയേട്ടനോടുള്ള ആൾക്കാർക്കുള്ള പേടി, മുരളിയേട്ടൻ ഇത് കഴിഞ്ഞാൽ ജയിച്ചാൽ വീണ്ടും മറ്റേ വട്ടിയൂർക്കാവ് പോവും, അങ്ങനെ ഒരു പേടിയുണ്ട്. അപ്പൊ പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയണ അവർക്ക് സുനിലേട്ടനാണ്, സുനിലേട്ടൻ എന്തായാലും തൃശ്ശൂരുണ്ടാവും, കെ മുരളീധരൻ ഉണ്ടാവും എന്ന് എന്താ ഉറപ്പ് എന്നാണ് അവർ പറയണത്. അപ്പൊ അതെന്താവുന്ന, പിന്നെ എന്നോടുള്ള ദേഷ്യം കൊണ്ട് ചിലപ്പോൾ വേണേൽ കുറെ കോൺഗ്രസ്സുകാർ കൂടി അദ്ദേഹത്തെ ജയിപ്പിച്ചോളൂ, അങ്ങനെയെങ്കിലും അങ്ങനെ ജയിച്ചു പോട്ടെ. ഈ സുരേഷ് ഗോപിക്ക് വേണ്ടി തൃശ്ശൂരിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങുമോ? പാർട്ടി പറഞ്ഞിറങ്ങും. കാരണം മുരളിയേട്ടൻ ഈ വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സെന്റിമെന്റ്സ് കൂടുതൽ, എൻ്റെ ജീവിതം തകർത്തത് ഇവരോടൊക്കെയുള്ള സെന്റിമെന്റ്സ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പം അവരോട് പറഞ്ഞിട്ട് ഞാൻ മാറിയെന്നേനെ. പക്ഷെ ഇനിയിപ്പോൾ ഇറങ്ങാൻ എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ പാർട്ടി പറഞ്ഞ എവിടെ ഇറങ്ങും. കാരണം നമുക്കൊരു അംഗീകാരം അവർ തരികയല്ലേ ചെയ്യണം എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പോകും. കാരണം എനിക്ക് ഇത്രയും കാലം പാർട്ടിയിൽ അവർ പറയും അത് തന്നു ഇത് തന്നു, എത്ര കാലം കാല് പിടിച്ചിട്ടാണ് എനിക്കൊരു ഇത് കിട്ടുക എന്നറിയാം ഇവരുടെ അടുത്ത്. കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞപ്പം KPC വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഞാൻ ഒറ്റ ദിവസം കൊണ്ട് എക്സിക്യൂട്ടീവിലേക്ക് വന്ന എന്താ കാരണം എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? കാരണം ഒരു വലിയ നേതാവിന്റെ അനുയായി, എന്നെ ദ്രോഹിച്ച ആള്, എന്നെ തോപ്പിച്ച ആൾക്കൂട്ടത്തിലൊന്ന്, അയാൾക്കെതിരെ ഞാൻ പറഞ്ഞപ്പോൾ എന്നാൽ രണ്ടുപേരും വേണ്ട എന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾക്ക് എക്സിക്യൂട്ടീവിൽ കൊടുത്തു, എന്നെയും. അപ്പോൾ രണ്ടുപേരും തുല്യമാക്കി. അതിലൊന്നും അത് കഴിഞ്ഞ് പിന്നെ പാർട്ടി മീറ്റിങ്ങുകൾക്ക് പോയാലോ എൻ്റെ ഒരു ബോർഡോ ഇതോ അവർ വെക്കില്ല. കാരണം ഈ വലിയ ആൾക്കാരെ പേര് പറഞ്ഞ് ഇവരൊക്കെ പേടിപ്പിക്കുക ആൾക്കാരെ. അപ്പം ഇവരൊക്കെ എല്ലാവരും അധികാരത്തിന് ഇതിന് വേണ്ടിയിട്ടില്ല. അപ്പം അവരെന്നെ കാണാൻ പോലും വരില്ല, എന്നെ അങ്ങ് ഒറ്റപ്പെടുത്തി. അത് കഴിഞ്ഞ് അടുത്ത സമയത്ത് ഞാൻ ഒരു പരാതി എഴുതി കൊടുത്ത മണ്ഡലം ബസ്സിനെ ഞാൻ പറഞ്ഞത് വെക്കല്ലേ, പകരം നിങ്ങൾ ആരെ വേണമെങ്കിൽ വെച്ചോ, എനിക്ക് ഇന്നാൾ വേണമെന്നില്ല. അപ്പോൾ വാശിക്ക് അവിടെ തന്നെ കൊണ്ടുവച്ചു. അപ്പോൾ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ എനിക്ക് ഇറങ്ങാൻ പറ്റാണ്ടായി. പിന്നെ ഞാൻ എവിടെയെങ്കിലും പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതിൽ കണ്ടത് പഴയ BJP ഒന്നുമല്ല. അവരിപ്പോൾ വർഗീയതയൊന്നുമില്ല, അല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിയോ അല്ലെങ്കിൽ അബ്ദുൽ സലാമും പിന്നെ അനിൽ ആന്റണിയൊന്നും ഇതിന് വരില്ലല്ലോ. അവർ വളരെയധികം മാറിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ജനസേവനം ത്തിന് ചെയ്യാൻ പറ്റിയൊരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നി. അതിനുള്ള എല്ലാവർക്കും ഉണ്ട്, അവരുടെ രീതികളും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി. പിന്നെ ഏത് പാർട്ടിക്കും നല്ലൊരു ലീഡർ വേണം, അത് ആരായാലും, കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആയാലും. അതിലിപ്പം ഇവിടെ കോൺഗ്രസിന് ഇന്ത്യ ലെവലിൽ ഏതാ നേതാവുള്ളത്? ഖാർഗെയാണോ, സോണിയാഗാന്ധിയാണോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയാണോ? കാരണം എനിക്ക് മൂന്നുപേരെയും കാണാൻ പറ്റാറില്ല. കോൺഗ്രസിന്റെ നിലവിലെ ലീഡർഷിപ്പിൽ ജനങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമില്ലെന്നാണോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഞാൻ പല കോൺഗ്രസ്സുകാർ എന്നോട് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ പണ്ടേ എനിക്ക് ഓർമ്മ വെച്ചോട്ട് കാണുന്ന ആളുകളല്ലേ കോൺഗ്രസ്, അവരെ വന്നിട്ട് എന്നോട് എപ്പോഴും സങ്കടം പറയും.
ലീഡർഷിപ്പ് ശരിയല്ല, അവരൊക്കെ മാറ്റിയാലേ പാർട്ടി രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ പലരും എന്നോട്, ഞാനൊന്നും പറയാറില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു പരിധി കൂടുതൽ എന്നെ വല്ലാണ്ട് ചൊറിഞ്ഞാൽ ഞാൻ പറയും. കാരണം ഞാൻ പറഞ്ഞ മാതിരി ആളെ മുട്ടിയാൽ ചാരിയും കടിക്കും. പക്ഷെ എന്നെ ചൊറിയാതിരിക്കുക നല്ലത്. കാരണം എല്ലാവരുടെ ചരിത്രം നന്നായി അറിയുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ഒരു കുടുംബത്തിനെ ബാധിക്കുന്ന വിധത്തിൽ ഞാനത് പറയില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞതിട്ടുള്ള രാഷ്ട്രീയം അതാണ്, നീ രാഷ്ട്രീയമായി അറ്റാക്ക് ചെയ്തോ, കുടുംബത്തിനെ വലിച്ചഴക്കരുതൊന്നുമില്ല. അത് ഇന്ന് വരെ ഞാൻ പാലിച്ചിട്ടുണ്ട്. BJP-യിലേക്ക് പോയതിന് പിന്നിൽ മുൻ DGP ലോക്നാഥ് ബെഹ്റയാണ് ഇടനിലക്കാരൻ എന്ന ആക്ഷേപം കോൺഗ്രസ് നേതാക്കൾ, കെ മുരളീധരൻ അത് ഉന്നയിക്കുന്ന ആരോപണം, പിന്നെ ഇത് KC വേണുഗോപാൽ അടക്കം തെളിവുണ്ടെന്ന് ഇപ്പോൾ ഒടുവിൽ പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? തെളിവ് പുറത്തുകൊണ്ടിട്ടെ ഞാൻ വെല്ലുവിളിക്കാം ബെഹ്റയാണെന്നുള്ളത്. കാരണം ബെഹ്റയല്ല, ഒരു 0% പോലും ബെഹ്റയല്ല. ഞാൻ ബെഹ്റേനെ കണ്ടിട്ട് 1.5 കൊല്ലമായി. അതിനിടയ്ക്ക് ഒരു കഴിഞ്ഞ മാസമായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിന് മുഖ്യാതിഥി അങ്ങോരായിരുന്നു. അപ്പം അങ്ങോര് എന്നെ കണ്ട എന്നെ ചേച്ചിന്ന് വിളിച്ചിട്ട് വരും. അങ്ങനെ ഒരു വ്യക്തിബന്ധമാണ്. വിളിച്ചു ഒരു ദിവസം പോലും അങ്ങോര് എന്നോട് BJP പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് ഡോക്ടറെ വിളിക്കാറുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ പറയും, ഭയ്യ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറയില്ല, ചേച്ചിക്ക് കുറച്ച് നിലപാടുള്ള ആളാണ്, അതുകൊണ്ട് ആ വഴിക്കേ ഇല്ല എന്ന് പറയും എപ്പോഴും. അങ്ങനെ പറയുന്ന ഒരാളെ പറയാൻ തെളിവുണ്ടെങ്കിൽ അവർ പുറത്തു വിട്ടേന്നേ. ബെഹ്റ കേരളത്തിലുള്ള പല നേതാക്കളെയും BJP-യിലേക്ക് കൊണ്ടുപോകുന്ന ഏജന്റാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും സമീപനം നേരിട്ടല്ലാതെ വന്നിരുന്നോ ബെഹ്റയുടെ ഭാഗത്തുനിന്ന്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് എവിടെ വേണമെങ്കിലും സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വന്നിട്ടില്ല. ഇവർ തെളിവ് കൊണ്ടിട്ടേന്നേ, ഞാൻ വെല്ലുവിളിക്കണം. തെളിവ് കൊണ്ടിട്ടെ അവർ. അങ്ങനെയാണെങ്കിൽ എനിക്കറിയാലോ ഏത് വഴിയാണ് വന്നത് എന്താന്നൊക്കെ. അപ്പോൾ അവർ വെല്ലുവിളിച്ചോട്ടെ. പക്ഷെ അതാണ് ഇപ്പോൾ കോൺഗ്രസിനുണ്ടായിട്ടുള്ള അപജയം എന്ന് പറയുന്നത്. ഇങ്ങനത്തെ നേതാക്കളാണ് ഒന്നും അറിയാണ്ട് വായി തോന്നിയത് വിളിച്ചു പറയാം. എന്തിനാ ആ മനുഷ്യൻ, അയാളുടെ ജോലിയും ചെയ്ത് ജീവിച്ചോട്ടെ, അയാൾ എന്തിനാ ഇതിലേക്ക് വലിച്ചിരിക്കണം? അയാളല്ല എന്ന് ഞാൻ 100% പറയാം. അപ്പം എന്തായാലും കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറിയത് BJP-യുടെ അക്കൗണ്ട്, അങ്ങനെ ഒരു അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും BJP-യിൽ അംഗത്വം എടുത്ത സാഹചര്യത്തിൽ ആ അക്കൗണ്ട് തുറപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ ഏറ്റെടുത്ത് അവിടേക്ക് പോയി മുരളീധരനെതിരെ ശക്തമായ പ്രചരണം നടത്താനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയൊന്നുമല്ല. ഞാൻ സാധാരണ എല്ലാവർക്കും വേണ്ടി പോണ മാതിരി തന്നെ അദ്ദേഹം വിളിച്ചാലും ഞാൻ പോകും. അപ്പം അതിനെ നമ്മുടെ അടുത്ത മാതിരിയല്ലല്ലോ, തോന്നുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അവർ പാർട്ടി പറയും എന്ത് ചെയ്യണമെന്ന്, അതനുസരിച്ച് നമ്മൾ ചെയ്യും, അത്രയേ ഉള്ളൂ. ഒരു അച്ചടക്കം എല്ലാത്തിനും നല്ലതാണ് പാർട്ടിക്ക്. നമ്മുടെ കയ്യിൽ അച്ചടക്കം ഇല്ലാണ്ടായി കുറേ കാലങ്ങളായിട്ട്. അതുകൊണ്ട് തോന്നിയവരെല്ലാണ് മറ്റേ പണ്ടൊക്കെ K കരുണാകരനും AK ആന്റണിയും മാത്രമാണ് ഗ്രൂപ്പ്. ഇന്ന് അങ്ങനെയല്ല, ഓരോ വ്യക്തിക്കും ഗ്രൂപ്പാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതനുസരിച്ച് നമ്മളെങ്ങ് വല്ലാണ്ട് ദ്രോഹിക്കുക എന്നുവെച്ചാൽ എനിക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസരം ഉണ്ടാക്കുക. മുരളിയേട്ടനെ തൃശ്ശൂർ ആക്കിയതിനുള്ള കാരണമൊക്കെ എനിക്ക് നല്ലോണം അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാനത് തുറന്നു പറയാൻ ഇരിക്കാത്ത, എനിക്ക് ആരും ദ്രോഹിക്കണം എന്നില്ല. എന്നെ പക്ഷെ അല്ലാണ്ട് ദ്രോഹിക്കരുത്. ദ്രോഹിച്ചാൽ എനിക്കത് എന്തുകൊണ്ടൊക്കെയാന്നുള്ളത് എനിക്കറിയാം കാര്യങ്ങൾ. മുരളീധരൻ തൃശ്ശൂരിൽ ജയിക്കുമോ? അതെനിക്കറിയില്ല. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒരു സർവേ ഒന്നും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ പറയില്ല, ഈ 3 പേര് നല്ല കാൻഡിഡേറ്റ്സാണ്. ഒരാൾ മോശം എന്ന് അവിടെ പറയാനില്ല. അതിലാരാണ് ജനങ്ങൾക്ക് വിശ്വാസം തോന്നണേ അവർ ജയിപ്പിക്കട്ടെ. നമ്മൾ അതിനുള്ള പണി ഇതാക്കും. പാർട്ടിക്ക് വേണ്ടി ഇപ്പം ഈ പാർട്ടിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. കാരണം ഏതായാലും മുരളിയേട്ടൻ DIC-യിലും NCP-യിലൊന്നും പോയപ്പോൾ ഞാനൊന്നും മുരളിയേട്ടനെ പറ്റി പറഞ്ഞില്ലല്ലോ. എൻ്റെ ഏട്ടനല്ല, എൻ്റെ രക്തമാണ്, അത് എനിക്കറിയാം. രാഷ്ട്രീയമായിട്ടും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് എടുക്കാൻ ആദ്യം അദ്ദേഹം പഠിച്ചാലേ അദ്ദേഹം നല്ല രീതിയിലേക്ക് വരുള്ളൂ. മുരളിയേട്ടനെ വളർത്താൻ ഈ കോൺഗ്രസ് നേതാക്കൾ സമ്മതിക്കില്ല. ഞാൻ മാറി നിന്ന് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ഇത് കേൾക്കുമ്പോഴേക്കും ചാടി കയറി എന്തെങ്കിലും പറയും. പിന്നെയാണ് അതിൻ്റെ വരുമരായികൾ. ഇപ്പം ഇനി കുറച്ച് ദിവസം കാത്തു നിന്നാൽ മതി. ഈ പറഞ്ഞൊന്നും കൊടുക്കാണ്ടിരിക്കാൻ മുരളിയേട്ടൻ തന്നെ ചീത്ത വിളിച്ചോളും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ കെ മുരളീധരന് വേണ്ടി പ്രചാരണത്തിൽ സജീവമായിരുന്നതായിരുന്നു. അപ്പം അവിടെ ഉള്ള വോട്ടർമാരുമായി വലിയ അടുപ്പം ഇപ്പോഴുമുണ്ട്. മുരളീധരൻ അവിടെ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾ വിളിച്ചോ, എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ എല്ലാവരും, എനിക്ക് പരിചയമുള്ള എല്ലാവരും വിളിച്ചു. അപ്പം അവരെല്ലാം പറയണേ ഞങ്ങൾ മാനസികമായി ചേച്ചിയുടെ കൂടെയുണ്ട്, പരസ്യമായിട്ട് ഇപ്പോൾ ഉടനെ വരാൻ പറ്റാണ്ട്. അപ്പം ഞാൻ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാരനെ കുറേ പേര് ഇത് കഴിഞ്ഞാൽ BJP അതിൻ്റെ കൂട്ടത്തിൽ വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞു നിർത്തി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുരളിയേട്ടന് വേണ്ടി പ്രവർത്തിക്കാൻ പോയതുകൊണ്ടാണ് പ്രതാപൻ എന്നോട് കൂടുതൽ ദേഷ്യം വന്നത്. കാരണം അവിടെയാണ്, ഇവിടേക്ക് വന്നില്ല. ഞാൻ 2 ആഴ്ച അവിടെ നിന്ന് വർക്ക് ചെയ്തതാണ്. അപ്പം
അന്ന് മുരളിയേട്ടൻ്റെ അവിടെ ആരും ഇല്ല എന്ന് കാണുമ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്നും സെന്റിമെന്റ്സ് നോക്കുന്ന ആളാണ്. ഞാൻ അവിടെ പോയി പ്രവർത്തിച്ചതിന് മുരളിയേട്ടൻ്റെ കൂടെയുള്ളവർ എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാൻ ഞാൻ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വരില്ല, ഞാൻ തൃശ്ശൂരിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വടകരക്കാരെ കാണണം എന്നും പലരും അവിടുത്തെ സ്ത്രീകളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷെ എനിക്ക് പേടിച്ചിട്ടാണ് പോകാത്തില്ലെങ്കിൽ ഞാൻ കേൾക്കാത്ത ചീത്തയൊന്നും ഉണ്ടാവില്ല, വേറെ ഉദ്ദേശം വെച്ചിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഞാൻ ഞെട്ടിപ്പോയി സത്യം. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുത്തതാണ്. 2 ആഴ്ച അവിടെ നിന്ന് കുടുംബയോഗങ്ങളിലൊക്കെ പോയി സ്ത്രീകളുമായിട്ട് ഇതായി എല്ലാവരുമായിട്ടും ഞാൻ ബന്ധപ്പെട്ടിരുന്നു. കെ മുരളീധരൻ തള്ളിപ്പറഞ്ഞ് രക്തബന്ധം ഉൾപ്പെടെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ മാനസികമായി വലിയ പ്രയാസം അനുഭവം? ഇല്ല, മുരളിയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞു ആ അച്ഛനിതായ സമയത്ത്. പിന്നെ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ കഴിഞ്ഞ ജന്മത്തെ ശത്രു ഈ ജന്മം സഹോദരിയായി ജനിച്ചു എന്നൊക്കെ പറഞ്ഞല്ലേ, അത് കൂടുതലൊന്നുമില്ല. എല്ലാം ക്ഷമിക്കും, എല്ലാം ക്ഷമിക്കും. ക്ഷമിക്കാനൊന്നുമില്ല. ആളെ സ്വഭാവം എനിക്ക് അങ്ങനെ അറിയുന്നുണ്ട്, ഞാൻ അതിന് വില കൊടുത്തിട്ടില്ല, അത്രയേ ഉള്ളൂ. ക്ഷമിക്കുകയല്ല. നാച്ചുറലി ഇത്രയായാലും ചേട്ടൻ പറയുമ്പോൾ എവിടേക്കോ ഒന്ന് കൊള്ളും. പക്ഷെ ഇതെനിക്ക് ഇപ്രാവശ്യം ഒന്നും കൊണ്ടിട്ടില്ല. കാരണം ഇതിങ്ങനെ പറഞ്ഞ് കേട്ട് 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 എനിക്കങ്ങ് ഇതായി. എനിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഉടനെ ഇപ്പൊ തന്നെ എന്തിനാ നേമത്ത് കയറി നിന്നേ, എന്തിനാ വട്ടിയൂർക്കാവെന്ന് വടകര വന്നേ, അന്ന് വിചാരിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും, അപ്പൊ കിട്ടിയ ഒരു മന്ത്രിസ്ഥാനം പോരട്ടെ അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നു. ഇതാണ് ആളുടെ സ്വഭാവം. ഇനിയിപ്പോ കണ്ടോളൂ, തൃശ്ശൂർ ജയിച്ചാലും നിൽക്കും തോന്നുന്നുണ്ടാ. മുരളിയേട്ടന്റെ ലക്ഷ്യം വട്ടിയൂർക്കാവാണ്. എന്തിനാണ് ആഴ്ചയിൽ 2-3 ദിവസം വട്ടിയൂർക്കാവ് പോയി നിൽക്കണം? എപ്പോഴും വടകര നിൽക്കുമ്പോഴും എന്തിനാണ് ഈ വട്ടിയൂർക്കാവ് ഉള്ളത്? വട്ടിയൂർക്കാവ് അവിടെ LDFന്റെ ഒരു MLA ഇല്ലേ, അല്ലെങ്കിൽ മത്സരിക്കാൻ വേറെ ആൾക്കാരില്ലേ? വടകരയിലെ വോട്ടർമാരെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നാണോ? തീർച്ചയായിട്ടും വടകരയും വട്ടിയൂർക്കാവും ഒക്കെ പറ്റി. ഇനിയിപ്പോ തൃശ്ശൂരുകാരെയും പറ്റിച്ചോളും. തീർച്ചയായും കെ മുരളീധരനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ്. അതിനൊപ്പം പാർട്ടി ആവശ്യപ്പെട്ടാൽ തൃശൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് എത്തുമെന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ R. റോഷിപാൽ.